أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ജർമ്മനി ജലസയ്ക്ക് മുമ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തെ സംബന്ധിച്ചാണ് പറഞ്ഞു വന്നിരുന്നത്. അതിൽ ഹദ്റത്ത് ആയിഷയെ സംബന്ധിച്ച ഇഫ്ക് സംഭവത്തെ പറ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറയുന്നു, മുന്നറിയിപ്പിനെ സംബന്ധിച്ച പ്രവചനങ്ങൾ തൗബ, ഇസ്തിഗ്ഫാർ, ദുആ, സദക്ക തുടങ്ങിയ കാര്യങ്ങളുണ്ടാകുമ്പോൾ അകറ്റുന്നു എന്നത് അള്ളാഹുവിൻ്റെ ചര്യയിൽപ്പെട്ടതാണ്. അതുപോലെ മനുഷ്യനും അള്ളാഹു ഇതേ സ്വഭാവം തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച മുനാഫിക്കീങ്ങൾ തികച്ചും മോശമായി വ്യാജാരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതേപറ്റിയുള്ള ചർച്ചയിൽ ചില ശുദ്ധഗതിക്കാരായ സഹാബാക്കളും ഉൾപ്പെടുകയുണ്ടായി. അതിൽ ഒരു സഹാബി ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ നിന്നാണ് 2 നേരം ഭക്ഷണം കഴിച്ചിരുന്നത്. ഹദ്റത്ത് അബൂബക്കർ അദ്ദേഹത്തിൻ്റെ ഈ പിഴവിൽ താക്കീത് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അനാവശ്യ ചെയ്തി കാരണം താൻ ഇനി അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുന്നതല്ല എന്ന് ശപഥം ചെയ്തിരുന്നു. അതേ തുടർന്ന് വൽ യഅഫു വൽ യസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം എന്ന ആയത്തിറങ്ങി. അപ്പോൾ ഹദ്റത്ത് അബൂബക്കർ തൻ്റെ ശപഥം ഒഴിവാക്കുകയും പഴയതുപോലെ തന്നെ ഭക്ഷണം കൊടുത്തു തുടങ്ങുകയും ചെയ്തു. അതിനെക്കുറിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറയുന്നു, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക ധാർമ്മിക ഗുണങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു കാര്യം എന്തെന്നാൽ, ആരെങ്കിലും മുന്നറിയിപ്പ് എന്ന നിലയ്ക്ക് വല്ല ശപഥവും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നത് ധാർമ്മിക ഗുണങ്ങളിൽ ഉൾപ്പെടുന്നു. ഉദാഹരണമായി, ആരെങ്കിലും തൻ്റെ സേവകരെ സംബന്ധിച്ച് താൻ തീർച്ചയായും അയാളെ 50 ഭേദ്യം ചെയ്യുമെന്ന് ശപഥം ചെയ്യുകയാണെങ്കിൽ അയാൾ പശ്ചാത്തപിക്കുകയും വിലപിക്കുകയും ചെയ്യുമ്പോൾ മാപ്പ് കൊടുക്കുന്നതാണ് ഇസ്ലാമിൻ്റെ ചര്യ. അങ്ങനെയാകുമ്പോൾ ആ ധാർമ്മിക സ്വഭാവം ദൈവിക സ്വഭാവമായി മാറുന്നു. എന്നാൽ വാഗ്ദാന ലംഘനം അനുവദനീയമല്ല. വാഗ്ദാന ലംഘനം നടത്തുകയാണെങ്കിൽ അതേപ്പറ്റി ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അതേസമയം തൻ്റെ താക്കീതുകൾ ഒഴിവാക്കുന്നത് അങ്ങനെയല്ല. ഹദ്റത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് സീറത്ത് ഖാത്തമുൻ നബിയീൻ എന്ന പുസ്തകത്തിൽ ഇഫ്ക് സംഭവം ബുഖാരിയുടെ നിവേദനങ്ങളുടെ വെളിച്ചത്തിൽ വിവരിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് അദ്ദേഹം എഴുതുന്നു, ഇത് സംബന്ധിച്ച് ഈ നിവേദനം എല്ലാ നിവേദനങ്ങളെക്കാളും വിശദീകരണമുള്ളതും ബന്ധമുള്ളതും ആകുന്നു. മറ്റ് നിവേദകരുടെ നിവേദനങ്ങളിൽ നിന്ന് വെവ്വേറെ കഷ്ണങ്ങളായി കിട്ടുന്ന കാര്യങ്ങൾ ഈ നിവേദനത്തിൽ ഒന്നിച്ചു കൂട്ടിയിരിക്കുന്നു. കൂടാതെ ഈ നിവേദനത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതത്തിലും വളരെ നല്ല നിലയിൽ വെളിച്ചം വീശുന്നുണ്ട്. അതിനെ ഒരു ചരിത്രകാരനും അവഗണിക്കാൻ സാധ്യമല്ല. യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാനത്തിലും ഈ നിവേദനം സംശയങ്ങൾക്ക് യാതൊരു തരത്തിലും ഇടം തരാത്ത ഉന്നതമായ തലത്തിലുള്ളതാണ്. അതേസമയം എത്രമാത്രം ഭയാനകമായ ഒരു ഫിത്നയായിരുന്നു മുനാഫിക്കീങ്ങൾ പടച്ചുണ്ടാക്കിയത് എന്നതാണ് ഏറെ ചിന്തനീയമായ കാര്യം. ഇതിൽ ചാരിത്രവതിയും വളരെ ഭയഭക്തിയും പരിശുദ്ധയുമായ ഒരു സ്ത്രീയുടെ ചാരിത്രത്തെ മാത്രമല്ല ആക്രമിക്കുന്നത്, മറിച്ച് അതിൻ്റെ വലിയൊരു ഉദ്ദേശം നേർക്കുനേരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തസ്സിന് കോട്ടം തട്ടിക്കുകയും അങ്ങനെ ഇസ്ലാമിക സമൂഹത്തിൽ വളരെ ഭയാനകമായ ഒരു കോളിളക്കം സൃഷ്ടിക്കുകയുമായിരുന്നു. മുനാഫിക്കീങ്ങൾ ഈ നീചവും നികൃഷ്ടവുമായ ആരോപണത്തെ ചർച്ചാ വിഷയമാക്കി. അങ്ങനെ ചില ശുദ്ധഗതിക്കാരായ അതേസമയം സത്യസന്ധരുമായ മുസ്ലിങ്ങൾക്കും അക്കൂട്ടരുടെ അളവുകോൽ അനുസരിച്ച് കാലിടറുകയുണ്ടായി. അവരുടെ വഞ്ചനയിൽ അകപ്പെട്ടു. അതിൽ ഹസ്സാൻ ബിൻ സാബിത്ത്, സൈനബ് ബിൻ ജേഷിന്റെ സഹോദരി അംന ബിൻ ജേഷ്, മുസ്തഹ ബിൻ അസാസ എന്നിവരുടെ പേരുകൾ
പ്രത്യേകമായും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഹദ്റത്ത് ആയിഷ തൻ്റെ ഉന്നതമായ ധാർമ്മിക ബോധമനുസരിച്ച് അവർക്കെല്ലാം മാപ്പ് കൊടുത്തു. അവരെ സംബന്ധിച്ച് ഒരിക്കലും ഇവരോട് മനസ്സിൽ വെറുപ്പ് വെച്ചു പുലർത്തിയില്ല. ഒരു നിവേദനത്തിൽ പറയുന്നു, ഇതിനുശേഷം ഹസ്സാൻ ബിൻ സാബിത്ത് കാണാൻ വരുമ്പോൾ ഹദ്റത്ത് ആയിഷ വളരെ നല്ല നിലയിൽ അവരെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ ഹദ്റത്ത് ആയിഷയുടെ സമക്ഷത്തിൽ അദ്ദേഹം എത്തി. ആ സമയത്ത് മസ്റൂഖ് എന്നു പേരുള്ള ഒരു മുസ്ലിമും അവിടെ ഉണ്ടായിരുന്നു. മസ്റൂഖ് വളരെ അത്ഭുതപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഹസ്സാനും അങ്ങയുടെ സൗധത്തിലേക്ക് വരാൻ അനുവാദം കൊടുക്കുന്നുവോ? ഹദ്റത്ത് ആയിഷ പറഞ്ഞു, ആ പാവം കണ്ണുകളുടെ കാര്യത്തിൽ മുസീബത്തിലകപ്പെട്ടിരിക്കുന്നു. ഇതൊരു ചെറിയ ശിക്ഷയാണോ? അദ്ദേഹത്തിന് കണ്ണുനീരം വന്നിരുന്നു. തുടർന്ന് ഹദ്റത്ത് ആയിഷ പറഞ്ഞു, ഹസ്സാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള കവിതകളെ എനിക്കൊരിക്കലും വിസ്മരിക്കാൻ സാധ്യമല്ല. ഹസ്സാന് അനുമതി കൊടുക്കുകയും അദ്ദേഹം അകത്തു വന്നിരിക്കുകയും ചെയ്തു. തുടർന്ന് ഹദ്റത്ത് ആയിഷയെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം ഈ ഈരടികൾ ചൊല്ലി, ഹസ്സാനുൻ റസാനുൻ മാ തുസന്നു ബിറീബത്തിൻ വതുസ്ബിഹു ഗർഷ മിൻ ലഹൂമിൽ ഗവാഫിലി. അതായത് അവർ വളരെ ചാരിത്രവതിയും പരിശുദ്ധയും ബുദ്ധിയും വിവേകവുമുള്ള മഹിളയാകുന്നു. അവരുടെ സ്ഥാനം എല്ലാ സംശയങ്ങൾക്കും അതീതമാകുന്നു. അവരൊരിക്കലും തന്നെ അശ്രദ്ധരും പാപരഹിതരുമായ സ്ത്രീകളുടെ പച്ചമാംസം ഭക്ഷിക്കുന്നില്ല. അതായത് അവർക്കുമേൽ വ്യാജാരോപണം ഉന്നയിക്കുകയോ അവരെപ്പറ്റി പരദൂഷണം പറയുകയോ ചെയ്യുന്നില്ല. ഹദ്റത്ത് ആയിഷ ഈ ഈരടികൾ കേട്ടപ്പോൾ പറഞ്ഞു, പക്ഷേ നിങ്ങളുടെ കാര്യം എന്താണ്? നിങ്ങൾക്ക് ഈ മേന്മയുടെ അവകാശിയാകാൻ കഴിഞ്ഞില്ല. അതായത് നിങ്ങൾ നിരപരാധിയായ എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു. ഹദ്റത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് കടുത്ത യാഥാസ്ഥികനായ വില്യം മുയർ ഉദ്ധരിച്ചുകൊണ്ട് എഴുതുന്നു, ഇയാളുടെ അറബി പാണ്ഡിത്യവും പക്ഷപാതവും നോക്കുക. ഈ ഈരടിയെ തികച്ചും തെറ്റായ നിലയിലും അറബി ഭാഷാ നിയമങ്ങൾക്ക് വിരുദ്ധമായ രീതിയിലും തർജ്ജമ ചെയ്തുകൊണ്ട് എഴുതുന്നു. ഹസ്സാൻ ആയിഷയുടെ തരണഗാത്രത്തെ വർണ്ണിക്കുകയായിരുന്നു. അപ്പോൾ ഹദ്റത്ത് ആയിഷ വളരെ ദേഷ്യത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ തടിച്ച ശരീര പ്രകൃതത്തെ പരിഹസിക്കുകയുണ്ടായി. അദ്ദേഹം എഴുതുന്നു, മ്യൂയർ ഈ കഥയുടെ വിവരണത്തിൽ വേറെയും ഒരുപാട് വ്യക്തമായ അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഉദാഹരണമായി സഫ്വാനും ആയിഷയ്ക്കും വഴിയിൽ വെച്ച് സൈന്യത്തിൻ്റെ അടുത്തെത്താൻ കഴിഞ്ഞില്ലെന്നും പിന്നീട് എല്ലാവരും കാണെ മദീനയിലേക്ക് പ്രവേശിക്കുകയാണുണ്ടായതെന്നും പറയുന്നു. വാസ്തവത്തിൽ ഇത് തികച്ചും തെറ്റും അടിസ്ഥാനരഹിതവുമായ വിവരണമാണ്. കാരണം ഹദീസുകളിൽ നിന്നും ചരിത്രത്തിൽ നിന്നും വളരെ വ്യക്തമായി മനസ്സിലാകുന്നത് സഫ്വാനും ആയിഷയും ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ഇസ്ലാമിക സൈന്യത്തെ കണ്ടുമുട്ടി എന്നാണ്. പക്ഷേ യഥാർത്ഥ ആരോപണത്തെ സംബന്ധിച്ച് മ്യൂയർ ആയിഷയുടെ നിഷ്കളങ്കത്വത്തെയാണ് അംഗീകരിക്കുന്നത് എന്നത് തന്നെ വലിയൊരു കാര്യമാണ്. എഴുതുന്നു, ആയിഷയുടെ നേരത്തെയും പിന്നീടുള്ളതുമായ ജീവിതം വ്യക്തമാക്കുന്നത് അവർ ഈ ആരോപണങ്ങളിൽ നിന്ന് തികച്ചും മുക്തയാകുന്നു എന്നാണ്. അതായത് ബൗദ്ധികമായും പ്രാമാണികമായും ഈ ആരോപണം തികച്ചും തെറ്റും വ്യാജവുമാണ്. എന്തുകൊണ്ടെന്നാൽ ഹദ്റത്ത് ആയിഷ ഇസ്ലാമിക സൈന്യത്തിൽ നിന്ന് പിന്നിലായിപ്പോയി എന്ന യാദൃശ്ചിക സംഭവവും പിന്നീട് സഫ്വാന് കൂടെ മദീനയിൽ എത്തിയെന്നതുമൊഴിച്ചാൽ ആരോപണം ഉന്നയിക്കുന്നവരുടെ കയ്യിൽ യാതൊരു തെളിവുമില്ല. അതായത് അവരുടെ പക്കൽ സാക്ഷ്യങ്ങളോ എന്തെങ്കിലും തെളിവുകളോ ഉണ്ടായിരുന്നില്ല. ആരോപണം തെളിയിക്കപ്പെടുന്നതുവരെയും അതിനൊരിക്കലും തന്നെ സത്യമാണെന്ന് കരുതാനും സാധ്യമല്ല. ജീവിതം മുഴുവനും പരിശുദ്ധിയുടെ സാക്ഷ്യമാകുന്ന ആളുകളുടെ ജീവിതത്തെക്കുറിച്ചാകുമ്പോൾ പ്രത്യേകിച്ചും. പക്ഷേ മുസ്ലിങ്ങളെ കൂടുതൽ തൃപ്തിപ്പെടുത്തുന്നതിനും മേലിൽ ഇത്തരം കാര്യങ്ങളിൽ പൊതുവായ ഒരു തത്വമുണ്ടാക്കുന്നതിനും വേണ്ടി ദൈവിക വെളിപാട് ഇറങ്ങുകയും അത് ഈ ആരോപണത്തെ മുച്ചൂടും വ്യാജമാണെന്ന് പ്രഖ്യാപിക്കുകയും ഹദ്റത്ത് ആയിഷയുടെയും സഫ്വാൻ ബിൻ മുഅത്തലിൻ്റെയും നിരപരാധിത്വം വ്യക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല മേലിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് പൊതുവായ ഒരു നിയമം ലോകത്തിനു മുന്നിൽ സമർപ്പിക്കുകയുമുണ്ടായി. അത് വ്യക്തികളുടെ അന്തസ്സിനെയും സമൂഹത്തിൻ്റെ സമാധാനത്തെയും മതത്തിൻ്റെ ധാർമ്മികാവസ്ഥയെയും സംരക്ഷിക്കുന്നതിന് വലിയ തോതിൽ നിമിത്തമാവുകയും ചെയ്യുന്നു. ആരോപണത്തിൻ്റെ കാരണത്തെ വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നമ്മൾ നോക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഹദ്റത്ത് ആയിഷയ്ക്ക് മേൽ ആരോപണം ഉന്നയിച്ചവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു? അതിൻ്റെ കാരണം ഒരിക്കലും തന്നെ അവർക്ക് ഹദ്റത്ത് ആയിഷയോടുള്ള എന്തെങ്കിലും ശത്രുതയായിരുന്നില്ല. രാഷ്ട്രീയത്തിലോ വ്യവഹാരങ്ങളിലോ സ്ഥാനമാനങ്ങളിലോ സാമ്പത്തിക വിതരണത്തിലോ യുദ്ധങ്ങളിലോ എതിരാളികളായ സമൂഹങ്ങളെ ആക്രമിക്കുന്നതിലോ ഭരണകാര്യങ്ങളിലോ ധനകാര്യത്തിലോ ഒന്നും ഇടപെടാതെ വീട്ടിലിരിക്കുന്ന ഒരു സ്ത്രീയോട്
അവർക്ക് വെറുപ്പുണ്ടാകേണ്ട കാര്യമെന്താണ്? അതായത് ഈ വക കാര്യങ്ങൾ ഒന്നുമായും അവർക്ക് യാതൊരു ബന്ധവുമില്ല. എന്നിരിക്കെ ഹദ്റത്ത് ആയിഷയോട് നേർക്ക് നേരെ അവർക്ക് വെറുപ്പുണ്ടാകാൻ യാതൊരു കാരണവുമില്ല. ഈ ആരോപണത്തിന് രണ്ട് കാരണങ്ങളാകാനേ തരമുള്ളൂ. ഒന്നുകിൽ ഈ ആരോപണം സത്യമായിരിക്കണം. നൗസുബില്ല, അത് ഒരു വിശ്വാസിക്ക് ഒരു നിമിഷ നേരത്തേക്ക് പോലും അംഗീകരിക്കാൻ സാധ്യമല്ല. പ്രത്യേകിച്ചും അള്ളാഹു വാനലോകത്ത് നിന്ന് തന്നെ ഈ ദുരാരോപണത്തിന് മുനയൊടിച്ചിരിക്കുന്നു. രണ്ട്, ഈ ആരോപണം മറ്റ് ചില വ്യക്തികൾക്ക് കോട്ടം തട്ടിക്കാനാകാനേ നിവൃത്തിയുള്ളൂ. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് അത് ആരൊക്കെയാണ് എന്നാണ്. ആർക്കൊക്കെ ദുഷ്പേരുണ്ടാക്കിയാലാണ് മുനാഫിക്കീങ്ങളുടെ നേതാക്കന്മാർക്ക് പ്രയോജനമുണ്ടാകുന്നത് എന്നും ഇത് മുഖേന മുനാഫിക്കീങ്ങൾ ഏതെല്ലാം ആളുകളോടുള്ള തങ്ങളുടെ ശത്രുതയാണ് തീർക്കുന്നതെന്നും നോക്കാം. ഹദ്റത്ത് ആയിഷയ്ക്കെതിരെയുള്ള ഈ ആരോപണം കൊണ്ട് രണ്ട് ആളുകൾക്ക് നേരെയുള്ള വിദ്വേഷമാണ് അവർ പുറത്തെടുക്കുന്നതെന്ന് ഒരു ചെറിയ ബുദ്ധി കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരിൽ, രണ്ടാമത്തെ ഹദ്റത്ത് അബൂബക്കറിനെതിരെ. അവർ ഒരാളുടെ ഭാര്യയും മറ്റൊരാളുടെ മകളുമായിരുന്നു. ഈ രണ്ട് വ്യക്തിത്വങ്ങൾക്കും ദുഷ്പേരുണ്ടാക്കുകയാണെങ്കിൽ രാഷ്ട്രീയപരമായി ശത്രുത കാരണത്താലും ചില ആളുകൾക്ക് പ്രയോജനമുണ്ടാകാൻ സാധ്യതയുണ്ട്. അഥവാ മറ്റു ചിലരുടെ ഉദ്ദേശങ്ങൾ ഇവരെ മോശക്കാരാക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതല്ലാതെ നേർക്കുനേരെ ഹദ്റത്ത് ആയിഷയെ മോശക്കാരിയാക്കി ചിത്രീകരിക്കുന്നതിൽ ആർക്കും ഒരു താല്പര്യവും ഉണ്ടാകാനിടയില്ല. കൂടി വന്നാൽ അവരുടെ കൂടെയുള്ള മറ്റ് ഭാര്യമാർക്ക് താല്പര്യമുണ്ടാകാം. അതായത് അവരോടൊപ്പമുള്ള ഇതര ഭാര്യമാർക്ക് അതുമായി ബന്ധമുണ്ടാകാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൃഷ്ടിയിൽ ആയിഷയുടെ സ്ഥാനം താഴ്ത്തിക്കെട്ടി തങ്ങളുടെ മേന്മ സ്ഥാപിക്കാൻ ആഗ്രഹമുണ്ടാകാം. അതുകൊണ്ട് അതിൽ ഭാഗഭാക്കായത് ആയിരിക്കാം. പക്ഷേ ചരിത്രം സാക്ഷി നൽകുന്നത് ഹദ്റത്ത് ആയിഷയുടെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യമാർക്ക് ഇതിൽ യാതൊരു പങ്കും ഇല്ലായിരുന്നു എന്നാണ്. മറിച്ച് ഹദ്റത്ത് ആയിഷ തന്നെ പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ സൈനബിനെയാണ് ഞാൻ എതിരാളിയായി മനസ്സിലാക്കിയിരുന്നത്. അവരല്ലാതെ മറ്റൊരു ഭാര്യയെയും എൻ്റെ എതിരാളിയായി ഞാൻ കരുതിയിരുന്നില്ല. കാരണം അവർ മാത്രമാണ് കൂടുതലായി സംസാരിച്ചിരുന്നത്. പക്ഷേ ഹദ്റത്ത് ആയിഷ പറയുന്നു, എനിക്ക് ഇക്കാര്യത്തിൽ സൈനബിനോടുള്ള കടപ്പാട് വിസ്മരിക്കാൻ സാധ്യമല്ല. എനിക്ക് മേൽ ആരോപണമുണ്ടായപ്പോൾ ഏറ്റവും ശക്തമായി ആരോപണത്തെ എതിർത്തത് സൈനബ് തന്നെയായിരുന്നു. ആർക്കെങ്കിലും വിരോധമുണ്ടാകുമായിരുന്നുവെങ്കിൽ അത് അവരുടെ കൂടെയുള്ള ഭാര്യമാർക്കാകാനേ തരമുള്ളൂ. അവർക്ക് താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ അതിൽ ഭാഗവാക്കാകാമായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൃഷ്ടിയിൽ ഹദ്റത്ത് ആയിഷയെ മോശക്കാരിയായി ചിത്രീകരിച്ച് തങ്ങളുടെ അന്തസ്സ് ഉയർത്തിക്കാണിക്കാമായിരുന്നു. മറ്റുള്ളവർക്ക് തങ്ങളുടെ അന്തസ്സ് പ്രകടിപ്പിക്കാമായിരുന്നു. എന്നാൽ ചരിത്രം പറയുന്നു, അവർ ആരും തന്നെ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. മാത്രമല്ല, മറ്റു ഭാര്യമാരോട് ഹദ്റത്ത് ആയിഷയെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അവർ നല്ല വാക്കുകളല്ലാതെ പറയുകയും ചെയ്തിട്ടില്ല. ചുരുക്കത്തിൽ പുരുഷന്മാർക്ക് സ്ത്രീകളോട് നേരിട്ട് വൈരാഗ്യം ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല. ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വെറുപ്പ് കൊണ്ടായിരിക്കും ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ ഹദ്റത്ത് അബൂബക്കറിനോടുള്ള വെറുപ്പായിരിക്കും കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ടായിരുന്ന സ്ഥാനം ആരോപണം ഉന്നയിക്കുന്ന ആർക്കും തന്നെ തട്ടിപ്പറിക്കാൻ സാധ്യമല്ല. അവരുടെ മുന്നിലുണ്ടായിരുന്ന അസ്വസ്ഥത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം തങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാകുന്ന കാര്യത്തിൽ നഷ്ടപ്പെട്ടവരാകുമോ എന്നതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫയാകാൻ ആരെങ്കിലും അർഹനായിട്ടുണ്ടെങ്കിൽ അത് ഹദ്റത്ത് അബൂബക്കർ മാത്രമാണെന്നും അവർ കാണുന്നുണ്ടായിരുന്നു. ഈ അപകടത്തെ മണത്തുകൊണ്ട് അവർ ഹദ്റത്ത് ആയിഷയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചതാണ്. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൃഷ്ടിയിൽ ഹദ്റത്ത് ആയിഷയെ മോശക്കാരിയാക്കാനും തുടർന്ന് ഹദ്റത്ത് അബൂബക്കറിന് മുസ്ലിങ്ങൾക്കിടയിലുണ്ടായിരുന്ന സ്ഥാനം ഇല്ലാതാകുമെന്നും മുസ്ലിങ്ങൾ അദ്ദേഹത്തോട് നീരസമുള്ളവരാകുമെന്നും അദ്ദേഹത്തോടുള്ള ആദരവ് ഉപേക്ഷിക്കുന്നവരാകുമെന്നും അവർ ആഗ്രഹിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഹദ്റത്ത് അബൂബക്കർ ഖലീഫയാകുന്നതിനുള്ള വഴി പൂർണ്ണമായും അടയ്ക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലെ സൂറ നൂറിൽ ഹദ്റത്ത് ആയിഷയ്ക്ക് മേലുള്ള ആരോപണത്തെക്കുറിച്ചുള്ള സംഭവത്തിന് ശേഷം ഖിലാഫത്ത് സംബന്ധിച്ച് പരാമർശിച്ചിരിക്കുന്നത്. ഹദീസുകളിൽ നിന്ന് വ്യക്തമായി മനസ്സിലാകുന്നത് സഹാബാക്കൾ പരസ്പരം സംസാരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം മറ്റാർക്കെങ്കിലും അവരുടെ ഇടയിൽ സ്ഥാനമുണ്ടായിരുന്നുവെങ്കിൽ അത് ഹസ്രത്ത് അബൂബക്കറിന്റെ സ്ഥാനമായിരുന്നു. ഹദീസുകളിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഹസ്രത്ത് ആയിഷയോട് പറഞ്ഞു, ആയിഷ, ഞാൻ ആഗ്രഹിക്കുന്നത് അബൂബക്കറിനെ എനിക്ക് ശേഷം നാമനിർദ്ദേശം ചെയ്യണമെന്നാണ്. പക്ഷേ അള്ളാഹുവും വിശ്വാസികളും അദ്ദേഹത്തെ അല്ലാതെ മറ്റാരുടെ കാര്യത്തിലും
തൃപ്തിപ്പെടുകയില്ലെന്ന് എനിക്കറിയാം. അതായത് ഹസ്രത്ത് അബൂബക്കറിനെ തന്നെ തിരഞ്ഞെടുക്കുന്നതാണ്. ചുരുക്കത്തിൽ സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം മറ്റാർക്കെങ്കിലും സ്ഥാനമുണ്ടെങ്കിൽ അത് ഹസ്രത്ത് അബൂബക്കറിനാണെന്നും അദ്ദേഹം മാത്രമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫയാകാൻ യോഗ്യനെന്നും കരുതിയിരുന്നു. മക്ക ജീവിതകാലത്ത് ഭരണത്തെക്കുറിച്ചോ സംവിധാനത്തെക്കുറിച്ചോ പ്രശ്നം തന്നെ ഉദിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ഭരണം സ്ഥാപിതമായി. സ്വാഭാവികമായും മുനാഫിക്കീങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചോദ്യം ഉടലെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ആരെങ്കിലും ഖലീഫയായി ഇസ്ലാമിക സംവിധാനം നീണ്ടുപോകുമോ എന്നും അങ്ങനെ തങ്ങൾ എന്നേക്കുമായി നഷ്ടപ്പെട്ടവരായി പോകുമോ എന്നും അവർ ശങ്കിച്ചു. എതിരാളികളായിരുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നതോടുകൂടി തങ്ങളുടെ ഒരുപാട് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടതായി കരുതി. ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നു, മദീനയിൽ ഉണ്ടായിരുന്ന അറബികളുടെ ഔസ്, ഖദർജ് എന്നീ രണ്ട് പ്രബല ഗോത്രങ്ങൾ എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ട് രക്തച്ചൊരിച്ചിൽ നടത്തിക്കൊണ്ടിരുന്നു. യുദ്ധങ്ങൾ കാരണം തങ്ങളുടെ ഗോത്രങ്ങളുടെ മേൽക്കോയ്മ മാഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണെന്ന് കണ്ടപ്പോൾ അവർ പരസ്പരം രഞ്ജിപ്പിലാകാമെന്നും പരസ്പരം ഐക്യത്തോടെ വർത്തിക്കാമെന്നും ആരെങ്കിലും ഒരാളെ തങ്ങളുടെ നേതാവാക്കാമെന്നും തീരുമാനിച്ചു. അങ്ങനെ ഔസും ഖദർജും പരസ്പരം ഐക്യത്തിലാവുകയും അബ്ദുല്ലാ ബിൻ ഉബയ്യ് ബിൻ സുലൂലിനെ മദീനയുടെ രാജാവാക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഈ തീരുമാനത്തിന് ശേഷം അവർ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയും അബ്ദുല്ലാ ബിൻ ഉബയ്യ് ബിൻ സുലൂലിന് വേണ്ടി കിരീടമുണ്ടാക്കാൻ ഓർഡർ നൽകുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ കുറച്ച് ഹാജിമാർ മക്കയിൽ നിന്ന് തിരിച്ചു വരികയും അവസാന കാലഘട്ടത്തിലെ നബി മക്കയിൽ വെളിപ്പെട്ടിരിക്കുന്നു എന്നും തങ്ങൾ അദ്ദേഹത്തിന് ബയ്യത്ത് ചെയ്തിരിക്കുന്നു എന്നും വിളംബരപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാദത്തെ സംബന്ധിച്ച് കിംവദന്തികൾ പരന്നു തുടങ്ങിയിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ജനങ്ങൾ മക്കയിലെത്തി തങ്ങളുടെ ശിക്ഷണത്തിനും പ്രചാരണത്തിനും ഒരു മുഅല്ലിമിനെ അയക്കാൻ അപേക്ഷിച്ചു. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയെ മുബല്ലിഗായി അയച്ചു. മദീനയിൽ നിരവധി പേർ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു. ആ ദിവസങ്ങളിൽ മക്കയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സഹാബത്തിനും ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് മദീനക്കാർ ആ മഹാത്മാവിനോട് മദീനയിലേക്ക് വരാൻ അപേക്ഷിക്കുകയുണ്ടായി. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോടൊപ്പം മദീനയിലേക്ക് എത്തി. അബ്ദുല്ലാ ബിൻ ഉബയ്യ് ബിൻ സുലൂലിനു വേണ്ടി തയ്യാറായിക്കൊണ്ടിരുന്ന കിരീടം പാതി വഴിയിലായി. കാരണം മദീനക്കാർക്ക് ഇരു ലോകത്തിൻ്റെയും രാജാവിനെയാണ് കിട്ടിയത്. അതുകൊണ്ട് അവർക്ക് മറ്റൊരു രാജാവിൻ്റെയും ആവശ്യമില്ലായിരുന്നു. അബ്ദുല്ലാ ബിൻ ഉബയ്യ് ബിൻ സുലൂൽ തൻ്റെ രാജാധികാരത്തിനുള്ള സകല സാധ്യതകളും നഷ്ടപ്പെടുന്നതായി കണ്ടപ്പോൾ വളരെ കോപാകുലനായി. പ്രത്യക്ഷത്തിൽ അയാൾ മുസ്ലിമായെങ്കിലും എപ്പോഴും ഇസ്ലാമിൽ ഛിദ്രതയുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കാരണം മറ്റൊന്നും തന്നെ ചെയ്യാൻ അയാൾക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് അയാളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടണമെന്നും തനിക്ക് മദീനയുടെ രാജാവാകണം എന്നതും മാത്രമായിരുന്നു. എന്നാൽ അള്ളാഹു അയാളുടെ ഈ ആഗ്രഹത്തെയും നഷ്ടമാക്കി. കാരണം അയാളുടെ മകൻ വളരെ ആത്മാർത്ഥതയുള്ള ആളായിരുന്നു. അതായത് അയാൾ രാജാവാകണമെങ്കിൽ പോലും അയാൾക്ക് ശേഷം ഭരണാധികാരം ഇസ്ലാമിലേക്ക് തന്നെ വന്നു ചേരുമായിരുന്നു. കൂടാതെ അള്ളാഹു മറ്റു രീതിയിലും അയാൾക്ക് ക്ഷീണമുണ്ടാക്കി. മുസ്ലിങ്ങളിൽ ഒരു പുതിയ സംവിധാനം ഉടലെടുത്തപ്പോൾ അയാൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവിധ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. ഇസ്ലാമിൻ്റെ ഭരണരീതി എന്തായിരിക്കും? താങ്കൾക്ക് ശേഷം ഇസ്ലാമിന് എന്ത് സംഭവിക്കും? അപ്പോൾ മുസ്ലിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മുസ്ലിങ്ങളുടെ ഭരണം ഈ രീതിയിൽ സ്ഥാപിതമായാൽ തനിക്കതിൽ യാതൊരു പങ്കും ഉണ്ടാകില്ലെന്ന് കണ്ട അബ്ദുല്ലാ ബിൻ ഉബയ്യ് ബിൻ സുലൂൽ അതിനെ തടയാൻ ആഗ്രഹിക്കുകയുണ്ടായി. അങ്ങനെ ചിന്തിച്ചപ്പോൾ ഇനി ആർക്കെങ്കിലും ഇസ്ലാമിക ഭരണത്തെ ഇസ്ലാമിക തത്വങ്ങൾക്ക് വിധേയമായി നിലനിർത്താൻ കഴിയുമെങ്കിൽ അത് ഹദരത്ത് അബൂബക്കറിന് മാത്രമാണെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷം മുസ്ലിങ്ങളുടെ ദൃഷ്ടി അദ്ദേഹത്തിലേക്കാണ് നീളുന്നതെന്നും അവർ അദ്ദേഹത്തെ തങ്ങളെക്കാളും ആദരണീയനാണെന്ന് മനസ്സിലാക്കുന്നുവെന്നും അയാൾക്ക് ബോധ്യമായി. അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ട് ജനങ്ങളുടെ ദൃഷ്ടിയിൽ അദ്ദേഹത്തെ വീഴ്ത്തുകയാണ് തനിക്ക് നല്ലതെന്നും മാത്രമല്ല അങ്ങനെ അദ്ദേഹം തിരുനബിയുടെ ദൃഷ്ടിയിലും വീണുപോകും എന്നും അയാൾ കരുതി. ഈ ദുർവിചാരം പൂർത്തിയാക്കുന്നതിനുള്ള അവസരം അയാൾക്ക് കിട്ടിയത് ഹദ്റത്ത് ആയിഷ ഒരു യുദ്ധത്തിൽ പിന്നിലായിപ്പോയ സന്ദർഭത്തിലായിരുന്നു. ആ ദുർഭകൻ അവർക്കെതിരിൽ വളരെ മോശമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. അത് ഖുർആൻ സൂചനാരൂപത്തിൽ വിവരിക്കുന്നുണ്ട്. പക്ഷേ ഹദീസുകളിൽ അതിൻ്റെ വിശദീകരണവും ലഭ്യമാണ്. അബ്ദുല്ലാ ബിൻ ഉബയ്യ് ബിൻ സുലൂൽ ഇങ്ങനെ ഹദ്റത്ത് അബൂബക്കറിനെ ജനദൃഷ്ടിയിൽ മോശക്കാരനാക്കാമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം വഷളാക്കാമെന്നും
അങ്ങനെ ഈ സംവിധാനത്തിനിടയിൽ വിള്ളലുണ്ടാകുമെന്നും അയാൾ കരുതി. അത് സ്ഥാപിതമാവുകയാണെങ്കിൽ തൻ്റെ പ്രതീക്ഷകൾ ഇല്ലാതാകുമെന്നും ചിന്തിച്ചു. കാരണം മുനാഫിക്കീങ്ങൾ തങ്ങളുടെ മരണം വളരെ വിദൂരതയിലാണെന്ന് കരുതുന്നു. അതേസമയം മറ്റുള്ളവരുടെ മരണത്തെക്കുറിച്ച് കണക്കു കൂട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ കാര്യത്തിൽ അബ്ദുള്ള തൻ്റെ മരണം വളരെ വിദൂരത്തിലാണെന്ന് കരുതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതകാലത്ത് തന്നെ അയാൾ വളരെ ദുരിതം പേറി മരിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടാൽ തനിക്ക് അറബികളുടെ രാജാവാകാമെന്ന് അയാൾ ചിന്തിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഹദ്റത്ത് അബൂബക്കറിന്റെ നന്മയും ഭയഭക്തിയും ശ്രേഷ്ഠതയും മുസ്ലിങ്ങൾ അംഗീകരിച്ചു വരുന്നതായും അയാൾ കാണുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാനെത്താത്തപ്പോൾ ഹദ്റത്ത് അബൂബക്കറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്ത് നമസ്കരിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തെങ്കിലും മതവിധി ചോദിക്കാൻ കഴിയാതെ വരുമ്പോൾ മുസ്ലിങ്ങൾ ഹദ്റത്ത് അബൂബക്കറിനോടാണ് ചോദിച്ചിരുന്നത്. ഇതെല്ലാം കണ്ടപ്പോൾ രാജാവാകാൻ കൊതിച്ചുകൊണ്ടിരുന്ന അബ്ദുല്ലാ ബിൻ ഉബയ്യ് ബിൻ സുലൂലിന് കടുത്ത ആശങ്കയായി. അയാൾ അതിനൊരു പരിഹാരം ആഗ്രഹിച്ചു. അങ്ങനെ പരിഹാരമെന്ന നിലയ്ക്ക് ഹദ്റത്ത് അബൂബക്കറിന്റെ പ്രശസ്തിയും മഹത്വവും ശ്രേഷ്ഠതയും മുസ്ലിങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് ഇല്ലാതാക്കുന്നതിനും അയാൾ ഹദ്റത്ത് ആയിഷയ്ക്കെതിരിൽ ആരോപണം ഉന്നയിച്ചു. അങ്ങനെ ഹദ്റത്ത് ആയിഷയ്ക്കെതിരിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആയിഷയോട് വെറുപ്പുണ്ടാകുമെന്നും ഹദ്റത്ത് ആയിഷയോടുള്ള വെറുപ്പ് കാരണം ഹദ്റത്ത് അബൂബക്കറിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെയും മുസ്ലിങ്ങളുടെയും ദൃഷ്ടിയിലുള്ള അന്തസ്സിൽ കുറവ് വരുമെന്നും അങ്ങനെ പിന്നീട് അദ്ദേഹം ഖലീഫയാകുന്നതിനുള്ള സാധ്യത പോലും ഉണ്ടാകില്ല എന്നും അയാൾ കരുതി. ഹദ്റത്ത് മുസ്ലിം മൗദ് ഇഫ്ക് സംഭവത്തിന് ഹദ്റത്ത് അബൂബക്കറിന്റെ ഖിലാഫത്തുമായുള്ള ബന്ധത്തെ വിവരിച്ചുകൊണ്ട് തുടർന്നെഴുതുന്നു. സൂറ നൂറിന്റെ പ്രാരംഭം മുതൽ അവസാനം വരെയും ഒരേ വിഷയമാണ് വിവരിച്ചിട്ടുള്ളത്. ഏറ്റവും ആദ്യം ഹദ്റത്ത് ആയിഷയ്ക്കെതിരെ ഉയർന്ന ആരോപണമാണുള്ളത്. ഹദ്റത്ത് ആയിഷയ്ക്കെതിരിൽ ആരോപണം ഉന്നയിച്ചവരുടെ യഥാർത്ഥ ലക്ഷ്യം ഹദ്റത്ത് അബൂബക്കറിനെ മോശക്കാരനായി ചിത്രീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുകയും അത് മുഖേന മുസ്ലിങ്ങളുടെ ദൃഷ്ടിയിൽ അദ്ദേഹത്തിന്റെ അന്തസ്സിന് കോട്ടം തട്ടിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അദ്ദേഹത്തിന് ഖലീഫയാകാനുള്ള അവസരം ഇല്ലാതാക്കുകയുമായിരുന്നു. കാരണം അബ്ദുല്ലാ ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം മുസ്ലിങ്ങളുടെ ദൃഷ്ടി ഹദ്റത്ത് അബൂബക്കറിലേക്ക് മാത്രമാണ് ഉയരുന്നത് എന്ന് കണ്ടിരുന്നു. അങ്ങനെ ഹദ്റത്ത് അബൂബക്കർ മുഖേന ഖിലാഫത്ത് സ്ഥാപിതമാവുകയാണെങ്കിൽ തൻ്റെ രാജാവാകാനുള്ള സ്വപ്നം ഒരിക്കലും പൂവണികയില്ലെന്ന് അബ്ദുല്ലാ ബിൻ ഉബയ്യ് ബിൻ സുലൂലിന് മനസ്സിലായി. അതുകൊണ്ട് അള്ളാഹു ഈ ആരോപണത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഖിലാഫത്തിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. പറയുന്നു, ഖിലാഫത്ത് രാജാധികാരമല്ല, ഇത് ദൈവിക പ്രകാശത്തെ നിലനിർത്തുന്നതിനുള്ള മാർഗമാകുന്നു. അതുകൊണ്ട് അതിൻ്റെ സ്ഥാപനം അള്ളാഹു തൻ്റെ കൈകളിലാണ് വെച്ചിട്ടുള്ളത്. അത് നഷ്ടപ്പെടുക എന്നാൽ പ്രവാചക പ്രകാശവും ദൈവിക പ്രകാശവും നഷ്ടപ്പെടുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് ഈ പ്രകാശത്തെ അവൻ തീർച്ചയായും നിലനിർത്തുകയും താൻ ഇഷ്ടമുള്ളവരെ ഖലീഫയാക്കുകയും ചെയ്യും. മാത്രമല്ല, മുസ്ലിങ്ങളിൽ നിന്ന് ഒരാളെയല്ല പലരെയും ഖിലാഫത്ത് സ്ഥാനത്ത് അവരോധിച്ചുകൊണ്ട് ഈ പ്രകാശത്തിൻ്റെ കാലഘട്ടത്തെ ദീർഘിപ്പിക്കുന്നതാണെന്നും അവൻ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ ആക്ഷേപം ഉന്നയിക്കുന്നുവെങ്കിൽ ഉന്നയിച്ചു കൊള്ളുക. നിങ്ങൾക്ക് ഖിലാഫത്തിനെ ഇല്ലാതാക്കുന്നതിനോ അബൂബക്കറിനെ ഖിലാഫത്തിൽ നിന്ന് ഒഴിവാക്കാനോ സാധ്യമല്ല. കാരണം ഖിലാഫത്ത് ഒരു പ്രകാശമാകുന്നു. ആ പ്രകാശം ദൈവിക പ്രകടനത്തിനുള്ളൊരു മാർഗമാകുന്നു. അതിനെ മനുഷ്യന് തൻ്റെ ഉപായങ്ങൾ മുഖേന എങ്ങനെ ഇല്ലാതാക്കാൻ കഴിയും? ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറയുന്നു, പ്രവാചകന്മാരുടെ അവസ്ഥയും ഇതുതന്നെയാണ്. അള്ളാഹു ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് അറിവ് നൽകുമ്പോൾ അവർ അതിൽ നിന്ന് പിന്മാറുകയോ അല്ലെങ്കിൽ അത് സ്വീകരിക്കുകയോ ചെയ്യുന്നു. നോക്കുക, ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ഇഫ്ക് ആരോപണമുണ്ടായപ്പോൾ തുടക്കത്തിൽ ഒരു അറിയിപ്പും ലഭ്യമായില്ല. എത്രത്തോളം എന്നാൽ ആയിഷ തൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് പോവുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അവരോട് പറഞ്ഞു, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്യുക. ഈ സംഭവങ്ങൾ കാണുമ്പോൾ വ്യക്തമായി മനസ്സിലാകുന്ന കാര്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്രമാത്രം പരിഭ്രമം ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ ഒരു സമയം വരെയും അതിൻ്റെ രഹസ്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വെളിപ്പെട്ടില്ല. പക്ഷേ അള്ളാഹു തന്നെ നിരപരാധിത്വം വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞു, അൽ ഖബീസാത്തു ലിൽ ഖബീസീന വൽ ഖബീസൂന ലിൽ ഖബീസാത്ത് വത്തയ്യിബാത്തു ലിത്തയ്യിബീന വത്തയ്യിബൂന ലിത്തയ്യിബാത്ത്. അപ്പോഴാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഫ്കിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായത്. അതുകൊണ്ട്
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രൗഢിക്ക് വല്ല വ്യത്യാസവും വന്നുവോ? ഒരിക്കലുമില്ല. ഇത്തരത്തിൽ സംശയിക്കുന്നവർ പോലും അക്രമിയും ദൈവാഭിമുഖ്യമില്ലാത്തവനുമാണ്. തങ്ങൾ അദൃശ്യകാര്യങ്ങൾ അറിയുന്നവരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോ ഇതര പ്രവാചകന്മാരോ വാദിച്ചിട്ടില്ല. അദൃശ്യകാര്യങ്ങൾ അറിയുക എന്നത് അള്ളാഹുവിൻ്റെ പ്രൗഢിയാകുന്നു. ഇവർ പ്രവാചകചര്യയെക്കുറിച്ച് അറിവുള്ളവരും ബോധവാന്മാരുമാണെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മേൽ ആരോപണം ഉന്നയിക്കുന്നവർക്ക് വായടപ്പൻ മറുപടിയാണ് അദ്ദേഹം നൽകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔസ് ഖദറജ് ഗോത്രങ്ങൾക്കിടയിൽ സന്ധി ഉണ്ടാക്കിയത് സംബന്ധിച്ചും പരാമർശമുണ്ട്. അവർക്കിടയിൽ വളരെയേറെ വെറുപ്പുണ്ടായിരുന്നു. ഒരു നിവേദനത്തിൽ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ദിവസത്തിന് ശേഷം ഹദ്റത്ത് സഅദ് ബിൻ മുആദിന്റെ കൈപിടിച്ചു. ഏതാനും സഹാബാക്കളോടൊപ്പം അദ്ദേഹത്തെയും കൂട്ടി ഹദ്റത്ത് സഅദ് ബിൻ ഉബാദയുടെ അടുക്കലെത്തി. അവിടെ കുറച്ചു നേരം സംസാരിച്ചിരുന്നു. ഹദ്റത്ത് സഅദ് ബിൻ ഉബാദ ഭക്ഷണം നൽകുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഅദ് ബിൻ മുആദും സഹാബാക്കളും അതിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്തു. പിന്നെ തിരിച്ചു പോരുകയുമുണ്ടായി. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഹദ്റത്ത് സഅദ് ബിൻ ഉബാദയുടെ കൈപിടിച്ചു. ഏതാനും സഹാബാക്കളോടൊപ്പം അദ്ദേഹത്തെയും കൂട്ടി ഇത്തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് സഅദ് ബിൻ മുആദിന്റെ അടുത്തെത്തി. അവിടെ കുറച്ചു സമയം സംസാരിച്ചിരുന്നു. ഹദ്റത്ത് സഅദ് ബിൻ മുആദ് ഭക്ഷണം നൽകുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ഹദ്റത്ത് സഅദ് ബിൻ ഉബാദയും സഹാബാക്കളോടൊപ്പം അതിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്തു. പിന്നെ തിരിച്ചുപോയി. ഇങ്ങനെ ഹൃദയങ്ങളിൽ പരസ്പരം ഉണ്ടായിരുന്ന പക കറ്റുകയും ഇല്ലാതാക്കുകയുമായിരുന്നു ലക്ഷ്യം. ഒരിക്കൽ ഒരാളെ കൂട്ടി രണ്ടാമത്തെ ആളുടെ വീട്ടിലും പിന്നെ രണ്ടാമത്തെ ആളെ കൂട്ടി ആദ്യത്തെ ആളുടെ വീട്ടിലും പോയി. അങ്ങനെ വെറുപ്പുകളെ പരസ്പരം ഇല്ലാതാക്കി അവിടെ പരസ്പരം ഭക്ഷണം കഴിച്ചു, പരസ്പരം ഭക്ഷണം കൊടുത്തു, പരസ്പരമുള്ള വെറുപ്പ് അകലുകയും ചെയ്തു. ഇതും പരസ്പര സ്നേഹബന്ധമുണ്ടാക്കാനും സന്ധി ചെയ്യിപ്പിക്കാനുമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉപായമായിരുന്നു. നിവേദനങ്ങളിൽ ആരോപണം ഉന്നയിക്കുന്നവരുടെ എണ്ണം വ്യത്യസ്തമായാണ് വിവരിക്കപ്പെട്ടിട്ടുള്ളത്. ഹദ്റത്ത് ഇബ്നു അബ്ബാസിന്റെ നിവേദനത്തിൽ ഹദ്റത്ത് ആയിഷയ്ക്ക് മേൽ ആരോപണം ഉന്നയിച്ചവർ 3 പേരാണെന്ന് പറയുന്നു. ഹദ്റത്ത് ഇബ്നു അബ്ബാസിന്റെ മറ്റൊരു നിവേദനത്തിൽ ആരോപണം ഉന്നയിച്ചവരുടെ എണ്ണം 3 മുതൽ 10 വരെയാണെന്ന് പറയുന്നുണ്ട്. ഇബ്നു അയ്യിന അവരുടെ എണ്ണം 40 ആണെന്ന് എഴുതിയിരിക്കുന്നു. മുജാഹിദ് 15 എണ്ണമാണെന്ന് വിവരിക്കുന്നു. ഇഫ്ക് സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കുള്ള ശിക്ഷയെ സംബന്ധിച്ചും പറയുന്നുണ്ട്. സുനൻ അബൂദാവൂദിലുള്ള ഒരു നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പുരുഷന്മാർക്കും ഒരു സ്ത്രീക്കും അവർ അപവാദം ആരോപിച്ചതിനാൽ ശിക്ഷ വിധിക്കുകയുണ്ടായി. ഇവർ ഹസ്സാൻ ബിൻ സാബിത്തും മസ്തഹ് ബിൻ അസാസയുമായിരുന്നു. സ്ത്രീ ഹംന ബിൻ ജഹഷായിരുന്നു എന്ന് ആളുകൾ പറയുന്നതായി സഫീലി പറയുന്നു. അല്ലാമ മാവർദി പറയുന്നു, ഇഫ്ക് ആരോപണം ഉന്നയിച്ചവരുടെ ശിക്ഷയെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു നിവേദനമനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കും ശിക്ഷ നൽകിയിട്ടില്ല. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ബിൻ ഉബയ്യിനും മസ്തഹ് ബിൻ അസാസയ്ക്കും ഹസ്സാൻ ബിൻ സാബിത്തിനും ഹംന ബിൻ ജഹഷിനും ചാട്ടയടി നൽകുകയുണ്ടായി. ഇമാം ഖുർത്തുബി പറയുന്നു, കൂടുതൽ പ്രസിദ്ധവും ഉലമാക്കൾക്കിടയിൽ അറിയപ്പെടുന്നതും ഹസ്സാൻ, മസ്തഹ്, ഹംന എന്നിവർക്ക് ചാട്ടയടി കൊടുത്തുവെന്നും എന്നാൽ ഇബ്നു ഉബയ്യിന് ചാട്ടയടി കൊടുത്തതായി പരാമർശമില്ല എന്നുമാണ്. ഹദ്റത്ത് മുസ്ലിമോദ് ഒരു ഖുത്ബയിൽ ഇത് സംബന്ധിച്ച് പറയുന്നു, ഹദ്റത്ത് ആയിഷയ്ക്ക് മേൽ ആരോപണം ഉന്നയിച്ചത് കാരണം 3 ആളുകൾക്ക് ചാട്ടവാറടി കൊടുത്തിരുന്നു. അതിലൊന്ന് ഹസ്സാൻ ബിൻ സാബിത്തായിരുന്നു. ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കവിയായിരുന്നു. മറ്റൊന്ന് ആയിഷയുടെ പിതൃവ്യനായ മസ്താഹ്. ഇദ്ദേഹം ഹദ്റത്ത് അബൂബക്കറിന്റെ എളാമയുടെ മകനാകുന്നു. വളരെ ദരിദ്രനായ വ്യക്തിയായതിനാൽ അബൂബക്കറിന്റെ വീട്ടിൽ തന്നെയാണ് കഴിഞ്ഞിരുന്നത്. അവിടെ തന്നെയായിരുന്നു ഭക്ഷണവും. അദ്ദേഹം തന്നെയാണ് വസ്ത്രം കൊടുത്തിരുന്നതും. മറ്റൊരു സ്ത്രീയെ സംബന്ധിച്ചും പറയുന്നു, ഇവർ 3 പേർക്കും ആണ് ശിക്ഷ കൊടുത്തിരുന്നത്. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു സൂറ നൂറിലെ 36-ാമത്തെ ആയത്തിനുള്ള വിശദീകരണത്തിൽ എഴുതുന്നു, ഇബ്നു സുലൂലിന് ചാട്ടവാറടി കിട്ടിയതിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. എഴുതുന്നു, ലിക്കുല്ലി ഇമ്രയിൻ മിൻഹും മക്തസബ മിനൽ ഇസ്മ. ഈ ആരോപണം ഉന്നയിച്ചവരിൽ ഓരോരുത്തർക്കും അവർ ഭാഗഭാക്കായതനുസരിച്ചാണ് ശിക്ഷയും കിട്ടിയത്. ആരോപണം ഉന്നയിക്കുന്ന ഉപായം മെനഞ്ഞതിൽ ഭാഗഭാക്കായവർക്ക് 80 അടിയാണ് കൊടുത്തത്. തുടർന്ന് എഴുതുന്നു, വല്ലദീ തവല്ല കിബ്റഹു മിൻഹും
ലഹു അദാബുൻ അദീം. പക്ഷേ ഇവരിൽ ഏറ്റവും കൂടുതൽ ദ്രോഹിയായ ഒരാൾ ഉണ്ടായിരുന്നു. എല്ലാ ഫിത്നകളുടെയും കേന്ദ്രം അയാളായിരുന്നു. അതായത് അബ്ദുല്ലാ ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ. ഇയാൾക്ക് ചാട്ടയടി കൊടുക്കുക മാത്രമല്ല, നാം തന്നെ അയാൾക്ക് ശിക്ഷ നൽകുന്നതുമാണ്. ഈ മുന്നറിയിപ്പ് പ്രകാരം അയാൾക്ക് ചാട്ടവാറടിയും പിന്നെ അള്ളാഹുവിൽ നിന്ന് വേറെയും ശിക്ഷ ലഭിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് തന്നെ വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് നശിപ്പിക്കപ്പെടുകയുമുണ്ടായി. ഇവിടെ ഈ കാര്യങ്ങൾ അവസാനിക്കുകയാണ്. ജർമ്മനി ജൽസയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പങ്കെടുത്തവരിൽ അന്യരായ ആളുകളും ആദ്യമായി പങ്കെടുത്തവരും നല്ല പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത്. വലിയ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. അന്തരീക്ഷത്തെയും ശ്ലാഘിക്കുകയുണ്ടായി. അതുപോലെ മീഡിയ മുഖേനയും വാർത്തകൾ മുഖേനയും മില്യൺ കണക്കിന് ആളുകളിലേക്ക് അഹമ്മദിയത്തിൻ്റെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ അധ്യാപനങ്ങളുടെ സന്ദേശം എത്തുകയുണ്ടായി. ജൽസ ഈ നിലയ്ക്കും തബ്ലീഗിനുള്ള ഒരു വലിയ മാർഗമാകുന്നു. നമുക്ക് നേരിട്ട് എത്താൻ കഴിയാത്ത ഇടങ്ങളിൽ ഇത് മുഖേന തബ്ലീഗ് എത്തുന്നു, ഇസ്ലാമിൻ്റെ സന്ദേശമെത്തുന്നു. അള്ളാഹു അതിൻ്റെ നല്ലതും കാലാധിപത്യവുമായ ഫലങ്ങൾ നൽകുമാറാകട്ടെ. അഹമ്മദികൾക്കും ശരിയായ നിലയിൽ ഫലമെടുക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ദുആകളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങളുടെ പുതപ്പിൽ എപ്പോഴും നമ്മയും വയ്ക്കുമാറാകട്ടെ. അവസാനം ഒരു മർഹൂമിൻ്റെ അനുസ്മരണമുണ്ട്. അദ്ദേഹത്തിന് ജനാസ നമസ്കരിക്കുന്നതുമാണ് ഇൻഷാ അല്ലാഹ്. സ്വീഡനിലുള്ള ഇമാം മുഹമ്മദ് ബബ്ലു സാഹിബ് കഴിഞ്ഞ ദിവസം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സുഡാൻ ജമാഅത്ത് സദർ അദ്ദേഹത്തെ പറ്റി എഴുതുന്നു. അദ്ദേഹത്തിൻ്റെ ബയ്യത്ത് സംഭവം ഇങ്ങനെയാണ്. 1966 നൈജീരിയയിൽ നിന്ന് ഒരു അഹമ്മദി ഇമാം ഈസ അബ്ദുല്ല ബിൻ ലെയിൽ സാഹിബ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ അതിഥിയായി പോയിരുന്നു. നാട്ടുകാർക്കെല്ലാം തബ്ലീഗ് ചെയ്തു തുടങ്ങി. മർഹൂം ഇമാം മുഹമ്മദ് ബിൻ ബബ്ലുവിന് ഏറ്റവും ആദ്യം ബയ്യത്ത് ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. ഈ ദിവസങ്ങളിൽ കാലത്തിൻ്റെ ഖലീഫയുമായി കേന്ദ്രത്തിൽ നിന്നുള്ള ബന്ധം സാധ്യമായിരുന്നില്ല. എങ്കിലും ഈ അഹമ്മദികൾ ജമാഅത്തിൻ്റെ ഉറച്ച വിശ്വാസത്തിൽ നിലകൊണ്ടിരുന്നു. അവർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നു. ഇമാം മുഹമ്മദ് ബബ്ലു സാഹിബ് അഹമ്മദികൾക്ക് നമസ്കാരത്തിന് ഇമാമത്ത് വഹിച്ചിരുന്നു. അവിടെ അഹമ്മദിയ മസ്ജിദ് പുല്ലും വക്കോലും കൊണ്ടുള്ള ഒരു കൂരയായിരുന്നു. അതിനെ അനഹമ്മദികൾ അഗ്നിക്കിരയാക്കി അഹമ്മദികളെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. തുടർന്ന് അഹമ്മദികൾ തെക്കുഭാഗത്തേക്ക് പലായനം ചെയ്തു. അവിടെയും അവർ പുല്ലും വക്കോലും കൊണ്ട് ഒരു ചെറിയ മസ്ജിദ് നിർമ്മിച്ചു. അവിടെയും ശത്രുതയുണ്ടായി. എതിരാളികൾ അഹമ്മദികളുടെ മസ്ജിദിന് തീയിട്ടു. അവിടെയൊന്നും പുറത്താക്കി. അഹമ്മദികളുടെ ഒരു വിഭാഗം അവിടെ നിന്ന് ഏതോ ഒരു ഭാഗത്തേക്ക് പോയി. മറ്റൊരു ഭാഗം നഗരത്തിലേക്കാണ് പോയത്. അക്കൂട്ടത്തിൽ ഇമാം ബബ്ലുവും ഉണ്ടായിരുന്നു. അവിടെ ഇവർ അബ്ദുല്ല ബിൻ ഔസ് ഖാസിം എന്ന ആളുടെ അതിഥിയായി താമസിച്ചു. അദ്ദേഹം ജാമിയ ബഖ്ത് റസായുടെ പ്രിൻസിപ്പളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഈ അഹമ്മദികളെ അവിടെ നിന്നും പുറത്താക്കി. അവിടെ നിന്നും അവർക്ക് പോകേണ്ടതായി വന്നു. അവസാനം അവർ നൈജീരിയയിൽ ഇമാം ഈസ അബ്ദുല്ല ബിൻ ലൈലയുടെ അടുക്കൽ പോകാൻ തീരുമാനിച്ചു. അദ്ദേഹം മുഖേനയാണ് ഇവർ അഹമ്മദികളായത്. അങ്ങനെ ഈ ദരിദ്രരായ അഹമ്മദികളുടെ സംഘം ഭാര്യ മക്കളെയും കൂട്ടി കഴുതകളിലും മൃഗങ്ങളിലും യാത്ര ചെയ്ത് അധികവും നടന്നുകൊണ്ടും നൈജീരിയയിലേക്ക് നീങ്ങി. അവരുടെ പക്കൽ വഴിച്ചെലവിന് ഒന്നുമുണ്ടായിരുന്നില്ല. വിസയുടെ കടലാസുകളുമില്ലായിരുന്നു. ഒരുപാട് പ്രയാസമേറിയ യാത്രയായിരുന്നു. അവരുടെ കയ്യിൽ വിശ്വാസത്തിൻ്റെ ഒരു വലിയ ഭണ്ഡാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഈമാൻ സുരക്ഷിതമാക്കിയിരുന്നു. ഈ ആവേശത്തിൽ അവർ ഹിജ്റത്ത് തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ തങ്ങളുടെ ദീനിനെ ത്യജിക്കാൻ തയ്യാറായില്ല. അവസാനം അവർ നൈജീരിയയിലെത്തി. അവിടെ ഇമാം ഈസ ബിൻ ലൈൽ സാഹിബിൻ്റെ അടുക്കൽ 13 വർഷം താമസിച്ചു. അതിനുശേഷം ഇമാം ഈസ സാഹിബ് ഒരു സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരോട് തിരിച്ച് സുഡാനിലേക്ക് പോകാൻ ഉപദേശം നൽകി. അതവർക്ക് ഇഷ്ടമായില്ല. ഇമാം സാഹിബ് അവരോട് പറഞ്ഞു, ഇത് നമ്മുടെ റബ്ബിൽ നിന്നുള്ള കൽപ്പനയാകുന്നു. അങ്ങനെ അവർ സുഡാനിലേക്ക് പോകാൻ മനസ്സില്ലാ മനസ്സോടെ തയ്യാറായി. ഇമാം സാഹിബിന് സ്വപ്നത്തിൽ ഇങ്ങനെ പറയപ്പെട്ടു, ഇവർ 3 വർഷത്തിന് ശേഷം പോകുന്നതാണ്. 3 വർഷം പൂർത്തിയായപ്പോൾ ഈ അഹമ്മദികൾ തിരിച്ച് തങ്ങളുടെ നാട്ടിലേക്ക് പുറപ്പെട്ടു. ഏറ്റവും ആദ്യം ഇമാം ബബ്ലു ആണ് തിരിച്ചു പോയത്. സുഡാനിൽ ഇവർ തങ്ങളുടെ ഗ്രാമമായ കനീസയിൽ പോയി താമസിച്ചു. ഇത് 2010 കാര്യമാണ്. ഈ അഹമ്മദികളുടെ സുഡാനിലേക്കുള്ള തിരിച്ചുവരവിന് ശേഷം നൈജീരിയയിൽ ബോക്കോ ഹറാം എന്ന ഒരു സംഘടന ഉണ്ടായി. ഈ സുഡാനി അഹമ്മദികൾ ആ സമയത്ത് നൈജീരിയയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ദൗർഭാഗ്യവശാൽ ഈ സംഘടന അവരോട് എങ്ങനെ വർത്തിക്കുമെന്ന് അറിയില്ലായിരുന്നു. ആ സമയത്താണ് അവർക്ക് നൈജീരിയയിൽ നിന്ന് തിരിച്ചു വരുന്നതിൽ എന്തായിരുന്നു ദൈവികമായ യുക്തി എന്ന് മനസ്സിലായത്. ഏതായാലും
തിരിച്ചെത്തിയപ്പോൾ അവിടെ ശക്തമായ എതിർപ്പിനെയാണ് നേരിടേണ്ടി വന്നത്. അവരുണ്ടാക്കിയ ചെറിയ പള്ളിയെ അഗ്നിക്കിരയാക്കി, അവരുടെ വീടുകളിൽ ആക്രമണം നടത്തി, അവർക്കെതിരെ കേസുകൾ കൊടുത്തു, അവരെ വീണ്ടും നാട്ടിൽ നിന്ന് പുറത്താക്കി. തുടർന്ന് ഇപ്പോഴുള്ള യുദ്ധം ആരംഭിച്ചു. അത് മുഴുവൻ സുഡാൻ രാജ്യത്തെയും അവസ്ഥകളെയും മോശമായി ബാധിച്ചു. ആരും അവിടെ സുരക്ഷിതരല്ല. ഈ അഹമ്മദികളും സുഡാനിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് തങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിനും സമാധാനത്തിനും വേണ്ടി ചിതറിപ്പിരിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും അവർ വിവിധ സ്ഥലങ്ങളിൽ പ്രയാസത്തിലും ദാരിദ്ര്യത്തിലും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു മർഹൂമിൻ്റെ സ്ഥാനങ്ങൾ ഉയർത്തുകയും മഗ്ഫിറത്ത് നൽകുകയും ചെയ്യുമാറാകട്ടെ. മറ്റ് അഹമ്മദികളെയും വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. അള്ളാഹു അവരുടെ അവസ്ഥകളെ മാറ്റുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നതുപോലെ രാജ്യത്ത് പടർന്നിട്ടുള്ള ഫസാദ് അള്ളാഹു എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുമാറാകട്ടെ. അവർക്ക് മേൽ അള്ളാഹു കരുണ ചൊരിയട്ടെ. പരസ്പരം കടമകൾ നിറവേറ്റുന്നവരായി തീരുമാറാകട്ടെ. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിം സഹോദരനുള്ള കടമ നിർവഹിക്കാൻ കഴിയുമാറാകട്ടെ. ഇസ്ലാമിക രാജ്യങ്ങളിൽ പടർന്നിട്ടുള്ള ഫസാദുകൾ അള്ളാഹു അകറ്റുമാറാകട്ടെ. അഹമ്മദികൾക്ക് യഥാർത്ഥ രീതിയിൽ സമാധാനത്തോടുകൂടി ജീവിതം കഴിച്ചുകൂട്ടാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.